പ്ലസ് വൺ സയൻസ് എടുക്കുന്ന അല്ലെങ്കിൽ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് പക്കാ ജെനുവിനാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി പ്ലസ് വൺ സയൻസ് അഡ്മിഷൻ കിട്ടുകയും ശേഷം 10ാം ക്ലാസ്സിൻ്റെ അവസാന സമയത്ത് നല്ല രീതിയിൽ പഠിച്ചത് കൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ വലിയ രീതിയിൽ പഠിക്കാൻ ഒരു താല്പര്യം കാണിക്കാത്തൊരു കുട്ടിയുമായിരുന്നു ഞാൻ. അന്ന് ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തത് മറ്റു പല കുട്ടികളും. പക്ഷേ എനിക്ക് പഠിക്കാനുള്ള മടി കാരണവും കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നുള്ള ചിന്ത കാരണവും ഞാൻ ട്യൂഷനൊന്നും പോയിരുന്നില്ല. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലസ് വണ്ണിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സിലബസ് ചേഞ്ച് ചെയ്തിരുന്നുണ്ട്. നമ്മൾ 10ാം ക്ലാസ് കണ്ട ടെക്സ്റ്റ് ബുക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ പ്ലസ് വണ്ണിൽ കാണാൻ പോകുന്നത്. പല ടേമുകളും നമുക്ക് പ്രത്യേകിച്ച് മലയാളം മീഡിയം പഠിച്ച കുട്ടികൾക്ക് അത് അപരിചിതമാണ്. ഇപ്പോൾ ഇനേർഷ്യ എന്ന് പറഞ്ഞ ജഡത്വം എന്ന് പറയുന്ന വേർഡിലൂടെ നമ്മൾ പഠിച്ചു പോയി. ഇനി അതെന്നാണോ നോക്കുക കേട്ടോ. അപ്പോൾ ജഡത്വം എന്ന് പറഞ്ഞ് പഠിച്ചു പോയി ഞാൻ പ്ലസ് വണ്ണിൽ കേൾക്കുന്ന സമയത്ത് ഇനേർഷ്യ എന്ന് പറയുന്ന വേർഡ് കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. ഇതുപോലെ എല്ലാ ടേംസും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുന്നതോടുകൂടി നമ്മുടെ ബാഹുബലിയിലൊരു ബബ്ബ സീനാണ് എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുള്ളത്. ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്നു അല്ലാതെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. വീട്ടിൽ പോയിട്ട് കളിക്കാൻ പോകുന്നു, സമയം കളയുന്നു, രാത്രി ഒന്നും പഠിക്കുന്നില്ല, പ്രത്യേകിച്ചൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പഠനമില്ല. എക്സാം ടൈമിൻ്റെ ഒരു 1-2 ആഴ്ച മുമ്പേ പേപ്പർ എടുക്കും, പേന എടുക്കും, ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കും. അറിയാത്ത കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് അതേ ചോദ്യങ്ങൾ വന്നാൽ മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു പോവുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് കുറവായിരുന്നു. ഏകദേശം പറയുന്നില്ല, അത്രയും മാർക്ക് കുറവ് തന്നെയായിരുന്നു എൻ്റെ പ്ലസ് വൺ ലൈഫിൽ ഞാൻ നേടിയ മാർക്ക് എന്ന് പറയുന്നത്. അത് എല്ലാ സബ്ജക്റ്റും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആയതുകൊണ്ട് തന്നെ അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു മാർക്ക് ഉണ്ടായിരുന്നു. അത് തമ്മിൽ ഭേദം എന്ന് മാത്രമേ പറയാനും പറ്റുള്ളൂ. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്ലസ് ടുവിലേക്ക് എനിക്ക് ബോധം വന്നു. അങ്ങനെ ഞാൻ ട്യൂഷന് പോയി. ഒരു ഓഫ്ലൈൻ ട്യൂഷനാണ് പോയത്. ഓൺലൈൻ ട്യൂഷനുകളൊന്നും അന്ന് അവൈലബിൾ അല്ല. അങ്ങനെ ട്യൂഷന് പോയ സമയത്ത് എനിക്ക് ഒരുപാട് നല്ല മാർക്കിൽ എനിക്ക് അവിടെ ചേഞ്ച് വന്നു. ഏകദേശം ഞാൻ പ്ലസ് വണ്ണിൽ വാങ്ങിയതിനേക്കാൾ ഒരു 10% എനിക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റി. പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. എനിക്ക് പന്ത് കളിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. എനിക്ക് വീട്ടിൽ എന്തെങ്കിലും കല്യാണ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ ഒഴിവുള്ള ദിവസമായുള്ള ശനിയും ഞായറും ഞാൻ ട്യൂഷന് പോകണമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കുറേ നമ്മൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. അതിനൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ. എന്നാൽ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഓൺലൈൻ ക്ലാസ്സുകളാണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളാണോ യൂട്യൂബ് ക്ലാസ്സുകളാണോ ബെറ്റർ എന്നാണ്. ഇതിൻ്റെ ആകെ കൂടി ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇത് മൂന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നിർബന്ധമായിട്ടും നിങ്ങളൊരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലാസ് റൂമിൽ പ്ലസ് വൺ സയൻസ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ക്ലാസ് റൂമിൽ മിനിമം ഒരു 50-ൻ്റെയും 60-65-ൻ്റെയും ഇടയിൽ കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ഒരു ടീച്ചർക്ക് പോലും നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരാൻ അത്ര സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടൂ എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. അവിടെയാണ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ, അത് എൻ്റെ ഒരു സജഷൻ പ്രകാരം, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് ശീലിച്ച ആളുകളാണെങ്കിൽ മൊബൈൽ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെയാണ്. അതിന് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാമത് റിവൈസ് എടുത്തുകൊണ്ട് വീണ്ടും ക്ലാസ് കേൾക്കാം. ഇത് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നോട്ടുകൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. അതിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകളിൽ പോയിട്ടില്ലെങ്കിൽ പോലും ആ നോട്ട്സുകളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അത് മിസ്സാവുന്നതാണ്. പിന്നെ നിങ്ങൾ അത് എഴുതിയെടുക്കാനുള്ള സമയമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിരിക്കും. അതായത് 1 മണിക്കൂർ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ 2-3 മണിക്കൂർ എടുത്ത് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കുക. ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സാവുകയാണെങ്കിൽ അത് ഓൺലൈൻ ക്ലാസ്സിൽ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സിൽ അതില്ല. ഇനി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡ്രോബാക്സ് കൂടി ഈ വീഡിയോയിൽ പറയുകയാണ്. മക്കളെ, ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കരുത്. നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ആ ടെൻഡൻസി എടുത്തുകൊണ്ട് ആ മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ പോവുകയും പതിയെ ആ മെസ്സേജ് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി പോയാൽ നമ്മൾ 1/2-3/4 മണിക്കൂറോളം ആ ചാറ്റിലും അല്ലെങ്കിൽ ആ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് ആവുന്നതാണ്.
അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. ആ ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുക എന്നാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എന്നാൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ചധികമല്ല, ഇങ്ങനത്തെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ സക്സസ് ആക്കുന്നത് നമ്മളുടെ മൈൻഡാണ്. നമ്മൾ കരുത്തരാണ്, നമ്മളെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അത് ഓൺലൈൻ ക്ലാസ് ആണ്. ഇനിയല്ല, ചില കുട്ടികളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളൊന്നും അത്ര എഫക്റ്റീവ് ആവാറില്ല സാർ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓഫ്ലൈൻ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളും യൂസ് ചെയ്യാം. ഇനി ഓഫ്ലൈനും ഓൺലൈനും കൂടി ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും അല്ലേ. ഇപ്പോൾ സൈലത്തിൻ്റെ നിങ്ങൾക്കറിയാം, ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഇതൊന്നും പറയുന്നത്, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. +1 ഞാൻ എക്സ്റ്റേണൽ ട്യൂഷന് പോകാത്തത് കൊണ്ട് മാത്രം ഞാൻ നേരിട്ട ഒരു പ്രശ്നമാണ് എൻ്റെ മാർക്ക് കുറഞ്ഞത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോം യൂസ് ചെയ്തോ, ഇഷ്ടപ്പെട്ട ഓഫ്ലൈൻ സെൻറ്ററുകൾ യൂസ് ചെയ്തോ. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ സൈലത്തിൽ അത്രയും ബെസ്റ്റ് ക്ലാസ്സുകളും ഫാക്കൽറ്റീസുകളും മെറ്റീരിയൽസും തന്നെയാണ് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നത്. കേരളത്തിലോ ഉടനീളമായിട്ട് 20ഓളം ട്യൂഷൻ സെൻറ്ററുകൾ സൈലത്തിനുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് താഴെ നമ്പർ വിളിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പർ വിളിച്ചുകൊണ്ട് അഗ്നി ബാച്ചിലോ കിങ്സ്ലം ബാച്ചിലോ ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഇനി യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് വരാം. അപ്പോൾ ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് മറ്റ് ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വന്ന ആളുകളുണ്ടാവും. എന്നിട്ട് അവസാന സമയം മാത്രം യൂട്യൂബ് ക്ലാസ്സുകൾ പ്രിഫർ ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകൾ. ചില സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ തൊട്ടടുത്ത് മുമ്പ് കഴിഞ്ഞ മാത്സ് എക്സാം അത്യാവശ്യം സിമ്പിളായുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടാൻ പ്രത്യേകിച്ച് പഠിക്കുന്നില്ല, യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി. പക്ഷേ എക്സാം ടഫ് ആവുന്ന സമയത്തും മറ്റുള്ള കുട്ടികളൊക്കെ ടഫ് എന്ന് പറയുമ്പോഴും എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട് സാർ എന്ന് പറയുന്ന കുട്ടികളായിട്ട് മാറണം നിങ്ങൾ. അതിന് നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചോളണം. അത് യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ യൂട്യൂബിൽ റാൻഡം ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ചിലപ്പോൾ മാത്സ് തരും, ചിലപ്പോൾ ഫിസിക്സ് തരും, ചിലപ്പോൾ കെമിസ്ട്രി തരും. എന്നാൽ ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോ അങ്ങനെയല്ല. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ തരും. ഓരോ പാർട്ടായിട്ട് ഈച്ച് ആൻഡ് എവറി ടോപ്പിക് നിങ്ങളെ പഠിപ്പിച്ച് കവർ ചെയ്തിട്ട് എന്താക്കുള്ളൂ, ആപ്പിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പം ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സുകൾ പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതൊരു അപായമാണ്, ഒരു ഡേഞ്ചറാണ്, അതൊരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചു പോയതിനു ശേഷം യൂട്യൂബ് ക്ലാസ്സിൽ പ്രിഫർ ചെയ്യാം, അത് ബെസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടും, പെട്ടെന്ന് ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്വിക്ക് റിവിഷൻ അല്ലെങ്കിൽ ഒരു അടിപൊളി റിവിഷൻ തന്നെയാണ് യൂട്യൂബ് ക്ലാസ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് പഠിച്ചു പോകുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുക. അപ്പോൾ നിങ്ങൾ പഠിക്കാതെ ലാസ്റ്റ് മാത്രം വന്നുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ +1 എന്തെങ്കിലും ഒരു ട്യൂഷൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ട്യൂഷന് പോകുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അത് ചെയ്യാത്തതിൽ ഇപ്പോഴും ഈ നിമിഷവും ഞാൻ ഖേദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ആവറേജ് സ്റ്റുഡൻ്റ്, നിങ്ങളൊരു ടോപ്പ് ലെവൽ കുട്ടിയാണ്, ഭയങ്കര ലെവലുള്ള കുട്ടിയാണ്. ഒരു ടീച്ചർ ഏത് കാര്യം ഒരു തവണ തന്നെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റും. എൻ്റെ കൂടെ പഠിച്ചിരുന്ന, എൻ്റെ കൂടെ +2 ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിരുന്ന ഒരു കുട്ടി, ആ മോള് ആദ്യത്തെ ഒരു മാസം ക്ലാസ്സിൽ വന്നു. പിന്നീട് അവൾക്ക് തോന്നുകയാണ് ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്ന് അവൾക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും അവൾ ക്വിറ്റ് ചെയ്തു, വീട്ടിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചു, നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ കുട്ടികൾ വളരെ റെയറാണ്. നിങ്ങൾ ടോപ്പാണ്, നിങ്ങൾ എന്നല്ല വിചാരിക്കേണ്ടത്. നിങ്ങളുടെ മാർക്കിലൂടെ നിങ്ങൾക്കത് അറിയാൻ പറ്റുമെങ്കിൽ, നിങ്ങളെടുക്കുന്ന റിസ്കിൻ്റെ അളവ് വെച്ചിട്ട് നിങ്ങൾക്കത് അളവുകോല് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പഠിക്കാം. പക്ഷേ ആദ്യം മുതലേ ക്ലാസ്സുകൾ മിസ്സാക്കുന്ന സമയത്ത് അത് വലിയൊരു നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കുക, ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുന്ന കുട്ടിക്ക് റിസ്ക് കുറവാണ്. വേറൊന്നും പറയാനില്ല, കുറച്ച് ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. All the best.